ഈ സെക്ഷനിൽ നമ്മൾ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി അവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സിംഗുലർ പോയിന്റ് ആകുമോ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി. In this section, we study the behavior of the solutions of y double dash plus px y dash plus qxy equal to 0 for large values of the independent variable. അതായത് എക്സിൻ്റെ ലാർജ് വാല്യൂസ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ഇതിൻ്റെ സൊല്യൂഷൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ സിംഗുലർ പോയിന്റ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫൈനൈറ്റ് പോയിന്റ്സിനായിരുന്നു. ഇനിയിപ്പോൾ ഇൻഫിനിറ്റി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ആ ഇൻഫിനിറ്റിയുടെ ബിഹേവിയർ നിയർ ദ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി ഈ സൊല്യൂഷൻസിൻ്റെ ബിഹേവിയർ അല്ലെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബിഹേവിയർ അറിയാൻ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷനെ കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്ന വേരിയബിൾ എക്സിനെ ടിയിലേക്കാകും. സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ കൊടുക്കുന്നത്? ടി ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞ് കൊടുക്കും. അതനുസരിച്ച് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ചേഞ്ചസ് വരുത്തും. dy ബൈ ഡി ടി. ഇവിടെ ഈ y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന d²y ബൈ dx² ആണ്. നമുക്ക് ഇനി ആ ഇക്വേഷനെ ചേഞ്ച് ചെയ്യേണ്ടത് d²y ബൈ dt² എന്നുള്ള ഫോമിലേക്കാണ്. അതിന് വേണ്ടിയിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇനി കിട്ടുന്ന dy ബൈ ഡി ടി ഒക്കെയാണ് നമ്മൾ y ഡബിൾ ഡാഷ് y ഡാഷ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ പോകുന്നത്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ dy ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. dy ബൈ ഡി എക്സ് അതേപടി എഴുതി. ഈ dy ബൈ ഡി എക്സ് ആണ് ഇവിടെ y ഡാഷ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇൻറ്റു 1/dx ബൈ ഡി ടി. dx ബൈ ഡി ടി എക്സ് എന്ന് പറയുന്നത് 1/t ആണ്. dx ബൈ ഡി ടി എന്ന് വരും -1/t². ഇതിൽ നിന്ന് dy ബൈ ഡി എക്സ് എന്താന്ന് കിട്ടും? -t²y ഡാഷ്. അപ്പോൾ ഇനി ഈ y ഡാഷിന് പകരം നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? -t²y ഡാഷ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി d²y ബൈ dt² അഗെയിൻ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യും. അതിനെയാണ് നമ്മൾ ഇനി y ഡബിൾ ഡാഷിന് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം -2/t y ഡാഷ് പ്ലസ് 1/t⁴ d²y ബൈ dx² എന്ന് കിട്ടും. അപ്പോൾ d²y ബൈ dx², അതായത് നമ്മൾ ഈ ഇക്വേഷൻ 1-ൽ എഴുതിയിരിക്കുന്ന y ഡബിൾ ഡാഷ് എന്തായിട്ട് മാറും? t⁴ ഇൻറ്റു y ഡബിൾ ഡാഷ്. ഇവിടുത്തെ y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന d²y ബൈ dt² ആണ്. പ്ലസ് 2/t y ഡാഷ്. ഇനി ഈ വാല്യൂസ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? t⁴ y ഡബിൾ ഡാഷ് പ്ലസ് 2t³ y ഡാഷ് പ്ലസ് p ഓഫ് 1/t, p ഓഫ് എക്സിന് പകരം 1/t ആവും, ഇൻറ്റു -t²y ഡാഷ് പ്ലസ് q ഓഫ് 1/t y ഈക്വൽ ടു 0. അതിനെ നമ്മൾ അഗെയിൻ സിംപ്ലിഫൈ ചെയ്യുമ്പം y ഡബിൾ ഡാഷ് പ്ലസ് this into y dash plus q of 1/t by t⁴ y equal to 0 എന്ന് കിട്ടും. ഇനി t കോമൺ ആയിട്ടുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് 2/t മൈനസ് p of 1/t by t² ഡാഷ് പ്ലസ് q of 1/t by t⁴ y equal to 0. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരും. അപ്പം നമ്മുടെ സൊല്യൂഷൻ്റെ ബിഹേവിയർ നിയർ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എക്സ് ഈക്വൽ ടു 1/t, അതായത് t ഈക്വൽ ടു 1/x എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ dy ബൈ ഡി എക്സും എല്ലാം നമ്മൾ dy ബൈ ഡി ടിയുടെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇനി ആ ഇക്വേഷനിൽ we can see that t equal to 0. t equal to 0 എന്ന് പറയുന്ന അതിൻ്റെ സിംഗുലർ പോയിന്റ് ആയിരിക്കും. t equal to 0യുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കുക. അത് റെഗുലർ സിംഗുലർ പോയിന്റ് ആണോ ഓർഡിനറി പോയിന്റ് ആണോ എങ്ങനെയുള്ള പോയിന്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പം അവിടെ t equal to 0 പുതിയതായിട്ട് കിട്ടുന്ന ഇക്വേഷനിൽ t equal to 0യുടെ ബിഹേവിയർ എന്തായിരിക്കുമോ അതായിരിക്കും x equal to ഇൻഫിനിറ്റി എന്ന് പറയുന്ന അല്ലെ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റിയുടെ ഒറിജിനൽ ഇക്വേഷനിലുള്ള ബിഹേവിയർ. അപ്പോൾ പുതിയ ഇക്വേഷൻ ട്രാൻസ്ഫോംഡ് ഇക്വേഷനിൽ t equal to 0 എങ്ങനെയുള്ള പോയിന്റ് ആണെന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കും, സെയിം ബിഹേവിയർ ആയിരിക്കും x ഈക്വൽ ടു ഇൻഫിനിറ്റിക്ക് അല്ലെ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റിക്ക് നമ്മളുടെ ഒറിജിനൽ ഇക്വേഷനിലുള്ളത്. അതിന് 3 എക്സാമ്പിൾസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. കൺസിഡർ ദ ഓയിലർ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് 4/x y ഡാഷ് പ്ലസ് 2/x² y ഈക്വൽ ടു 0. വി ഹാവ് ടു ചെക്ക് ദ ക്യാരക്ടർ അറ്റ് x ഈക്വൽ ടു ഇൻഫിനിറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? x ഈക്വൽ ടു
1/t ഇട്ടു. ഞാൻ ആ കാൽക്കുലേഷൻസ് ഫുള്ള് ചെയ്യുന്നില്ല. ഇവിടെ നേരത്തെ നമ്മൾ dy/dx മൈനസ് ടി സ്ക്വയർ വൈ ഡാഷ് കണ്ടായിരുന്നു. d²y/dx² t⁴ y ഡബിൾ ഡാഷ് പ്ലസ് 2/t y ഡാഷും ചെയ്ത് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചതാണ്. അത് ഞാൻ ഈ ഇക്വേഷൻ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ 4 കിട്ടും. അപ്പോൾ y ഡബിൾ ഡാഷ് മൈനസ് 2/t y ഡാഷ് പ്ലസ് 2/t y² y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ദാറ്റ് t ഈക്വൽ ടു 0 ഈസ് എ റെഗുലർ സിംഗുലർ പോയിന്റ് ആണെന്നറിയാം. t p ഓഫ് t അതായത് t ഇൻറ്റു p ഓഫ് t കാണും, t² ഇൻറ്റു q ഓഫ് t കാണും. അത് അനലിറ്റിക് ആണെന്ന് നമുക്ക് കിട്ടും. therefore t ഈക്വൽ ടു 0 ഈസ് എ റെഗുലർ സിംഗുലർ പോയിന്റ് ഓഫ് 4. ഇതൊരു റെഗുലർ സിംഗുലർ പോയിന്റ് ഓഫ് ഇക്വേഷൻ 4 ആണെന്ന് കിട്ടും. ആൻഡ് ഇൻഡിക്കൽ ഇക്വേഷൻ എന്താണ്? നമ്മൾ m ഇൻറ്റു m മൈനസ് 1 മൈനസ് m plus m p naught plus q naught equal to 0 ആണ്. m into m minus 1 ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ ആ ഇക്വേഷനിൽ p നോട്ടും q നോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് -2 ഉം 2 ആണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ m1 equal to 2 m2 equal to 1. അപ്പം ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? t equal to c is a regular singular point of equation 4 with exponents. Indical equation roots നമ്മൾ exponents എന്ന് പറയാം. m1 equal to 2 and m2 equal to 1. അപ്പോൾ therefore ആ same character ആണ് x equal to infinity കൊണ്ടാവുക. therefore x equal to infinity is a regular singular point with exponents 2 and 1 of നമ്മുടെ original equation 3. ഇനി സെക്കൻഡ് എക്സാമ്പിൾ ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. x into 1 minus x y double dash plus c minus a plus b plus 1x y dash minus ab y equal to 0. അതിൽ നമുക്ക് ഓൾറെഡി അറിയാം 0യും 1ഉം ഒക്കെ എന്താണ്? സിംഗുലർ പോയിന്റ്സ്, റെഗുലർ സിംഗുലർ പോയിന്റ്സ് ആണ്. 0 കൊടുക്കുമ്പോൾ ഉള്ള എക്സ്പോണൻസ്, അതായത് ഇൻഡിക്കൽ ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് 0യും 1 മൈനസ് 3 ആണ്. 1ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡിക്കൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന 0യും c മൈനസ് a മൈനസ് b യും ആണ്. ഇനി നമുക്ക് ഇൻഫിനിറ്റിയിലുള്ള ബിഹേവിയർ ആണ് കാണേണ്ടത്. അതിന് t ഈക്വൽ ടു 1/x ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനലി ഈ ഇക്വേഷൻ കിട്ടും. y ഡബിൾ ഡാഷ് പ്ലസ് 1 മൈനസ് a മൈനസ് b മൈനസ് 2 മൈനസ് c t y ഡാഷ് പ്ലസ് ab ബൈ t² ഇൻറ്റു 1 മൈനസ് t y ഈക്വൽ ടു 0. ഇതിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി അറിയാം t ഈക്വൽ ടു 0 എന്താണ്? റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ p of t യുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഫംഗ്ഷൻ ആണ്. t ഇൻറ്റു p of t കൊടുക്കുമ്പോൾ ഈ t ക്യാൻസൽ ആയി പോകും. അപ്പോൾ t ഈക്വൽ ടു 0യിൽ ഇത് t p t അനലിറ്റിക് ആണ്. ഇവിടെ t² q of t ഇട്ട് കൊടുക്കുമ്പോൾ ഈ t² ക്യാൻസൽ ആയി പോകും. ഇവിടെ നമുക്ക് അറ്റ് t ഈക്വൽ ടു 0യിൽ t² q of t അനലിറ്റിക് ആണെന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് t ഈക്വൽ ടു 0 ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണെന്ന് പറയാം. ആൻഡ് ഇൻഡിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇൻഡിക്കൽ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണ്. m p നോട്ട് മുകളിലുള്ള പവർ സീരീസിന്റെ എന്താണ് കോൺസ്റ്റന്റ് ടേം? അതെന്ന് പറയുന്നത് 1 മൈനസ് a മൈനസ് b ആണ്. p നോട്ട് 1 മൈനസ് a മൈനസ് b ആണ്. ഇവിടുത്തെ q നോട്ട് എന്ന് പറയുന്നത് a b ആണ്. ഇതാണ് അതിന്റെ ഇൻഡിക്കൽ ഇക്വേഷൻ. അപ്പോൾ t ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈസ് എ റെഗുലർ സിംഗുലർ പോയിന്റ് വിത്ത് എക്സ്പോണൻസ് a ആൻഡ് b. അപ്പോൾ therefore x ഈക്വൽ ടു ഇൻഫിനിറ്റി ഈസ് എ റെഗുലർ സിംഗുലർ പോയിന്റ് ഓഫ് 5. ഒറിജിനൽ ഇക്വേഷന്റെ റെഗുലർ സിംഗുലർ പോയിന്റ് ആണ് വിത്ത് എക്സ്പോണൻസ് a ആൻഡ് b. അപ്പോൾ ഇക്വേഷൻ 5 has 3 regular singular points: x equal to 0, 1, infinity with exponents 0, 1, c, 0, c minus a minus b and a and b എന്ന് പറയുന്നത് a, b. അത് ഇൻഫിനിറ്റിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പോണൻസ് ആണ്. ഇനി മൂന്നാമതൊരു ഇക്വേഷൻ, കൺസിഡർ ദ കോൺഫ്ലുവന്റ് ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ. കൺഫ്ലുവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേർജ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനെയാണ്. മേർജ്ഡ് അല്ലെ ഒരു എന്താ ഇഴുകിച്ചേർന്ന എന്ന് പറയുന്ന ഒരർത്ഥമാണ് ആ വാക്കിനുള്ളത്. കൺസിഡർ ദ കോൺഫ്ലുവന്റ് ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് അതിനെ പേര് വിളിക്കുന്നത് എന്നുള്ളത് നമ്മൾ താഴേക്ക് പോകുമ്പോൾ പറയും. അപ്പോൾ ഇതിനെയാണ് കൺഫ്ലുവന്റ് ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് സി മൈനസ് എക്സ് വൈ ഡാഷ് മൈനസ് എ വൈ ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ഒറിജിനൽ ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ ഈ ഫോമിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ഇതിനെ കൺഫ്ലുവന്റ് ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ്. എന്താണ് ഈ വേരിയബിൾ എസ്, എക്സിന് പകരം എസ് ഇവിടെ ഇട്ടു എന്നേ ഉള്ളൂ. ട്രാൻസ്ഫോർമേഷൻ ഇതാണ്.
x equal to bs എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ്. x equal to bs എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ഈ ഫോമിലുള്ളത് x into 1 minus x by b y double dash plus c minus x minus a plus 1 by b x into y dash minus ay equal to 0 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ റെഗുലർ സിംഗുലർ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0യും ആണ്, ബിയും റെഗുലർ സിംഗുലർ പോയിന്റ്സ് ആണ്. 0യും ബിയും അല്ലേ? ഇവിടെ b മൈനസ് എക്സ് എന്നാ വരിക, എക്സ് ഇൻറ്റു ബി മൈനസ് എക്സ്. അപ്പോൾ അത് ഡിനോമിനേറ്ററിൽ കൊടുക്കുമ്പോഴത്തേക്കും ഓർഡിനറി പോയിന്റ്സ്, ഓർഡിനറി അല്ല സിംഗുലർ പോയിന്റ്സ് ആയിട്ട് 0യും ബിയും ഒബ്വിയസ്ലി പെട്ടെന്ന് തന്നെ വരും. ഇൻഫിനിറ്റി എന്ന് പറയുന്നതും എന്താണ്? ഇതിന്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്യാം. പക്ഷെ അത് ഇക്വേഷൻ 9 എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ 9 ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ ഇല്ലേ, ആ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷന്റെ റെഗുലർ സിംഗുലർ പോയിന്റ്സ് ആണ് എന്ത്? 0b ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ വെരിഫൈ ചെയ്തതാണ്. എന്താണ്? ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷന്റെ റെഗുലർ സിംഗുലർ പോയിന്റ്സ് ആണ് 0b ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ പുതിയ ഇക്വേഷൻ ഇവിടെ ഈ കിട്ടിയിരിക്കുന്ന പുതിയ, അപ്പൊ ഇതിന്റെ ഈ ഇക്വേഷൻ 9ന്റെ റെഗുലർ സിംഗുലർ പോയിന്റ്സ് ആണ് 0b ഇൻഫിനിറ്റി. അത് നമുക്ക് കിട്ടിയത് നമ്മൾ ഒറിജിനൽ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തത് കൊണ്ട് കിട്ടിയതാണ്. അപ്പൊ അതിന്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പോലെയാണ്. അപ്പം അതിന്റെ ക്യാരക്ടേഴ്സും ഈ വേരിയബിൾ ചേഞ്ച് കൊടുത്താലും സെയിം തന്നെയായിട്ട് ഇരിക്കും. ഇത് 1/s ഒക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേനെ. പക്ഷെ ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ബിഹേവിയർ എല്ലാം അതേപടി ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഈ ഇക്വേഷൻ 9ന്റെയും റെഗുലർ സിംഗുലർ പോയിന്റ്സ് ആണ് എന്ത്? 0യും ബിയും ഇൻഫിനിറ്റി. ഇനി ഈ ഇക്വേഷൻ 9ൽ നമ്മൾ b ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ എന്താണ് സംഭവിക്കുക? b ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ഭാഗം 1 ആവും അല്ലേ? അപ്പൊ എക്സ് വൈ ഡബിൾ ഡാഷ് ഇവിടെ ഈ ഭാഗം ഈ 0 ആയി പോകും. അപ്പൊ ഇത് c മൈനസ് ഈ ഭാഗം മീൻസ് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ ഭാഗം 1 ആവും. ഈ പോർഷനിൽ ഇത് 0 ആവും. അപ്പൊ അതായത് c മൈനസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് എ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ പുതിയ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ആണ് എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് c മൈനസ് എക്സ് വൈ ഡാഷ് മൈനസ് എ വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്താണ്? ആ ബി എന്ന് പറയുന്ന ടേം കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ ആ ബി എന്ന് പറയുന്ന ടേം പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം, ഈ ബിയും ഇൻഫിനിറ്റിയും എന്താണ്? മെർജ് ചെയ്ത പോലെ ബിയും ഇൻഫിനിറ്റി, അതായത് ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ ഇക്വേഷനിൽ ബിയും ഇൻഫിനിറ്റിയും സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബി ഇൻഫിനിറ്റിയിലേക്ക് മെർജ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് നമ്മളുടെ കോൺഫ്ലുവന്റ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ കോൺഫ്ലുവന്റ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഈ പുതിയ കോൺഫ്ലുവന്റ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ. ഇനി ഇതിന്റെ പ്രത്യേകത നമ്മൾ പറയുന്നത് ഈ ഇക്വേഷൻ ഇത് നമുക്ക് എക്സസൈസ് 3 ആണ്, പ്രോബ്ലം 3 നമ്മുടെ ഈ സെക്ഷനിലെ പ്രോബ്ലം 3 ആണ് ഇപ്പൊ ഇവിടെ അതിന്റെ ആൻസർ ആണ് ഈ ചെയ്തിട്ടിരിക്കുന്നത്. അതായത് ഈ പുതിയ കോൺഫ്ലുവന്റ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്താണ്? ഒരു ഇറഗുലർ സിംഗുലർ പോയിന്റ് ആണ്. അതായത് നമ്മൾ ബി എ ഇൻഫിനിറ്റിയെ ഒരുമിച്ച് മെർജ് ചെയ്ത് കഴിഞ്ഞപ്പം ആ കിട്ടിയ പുതിയ ഇക്വേഷനിൽ ഇൻഫിനിറ്റി എന്താണ്? റെഗുലർ സിംഗുലർ പോയിന്റ് അല്ല, ഇറഗുലർ സിംഗുലർ പോയിന്റ് ആയി. അപ്പൊ അത് ഇറഗുലർ സിംഗുലർ പോയിന്റ് ആയത് എങ്ങനെയാന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? എക്സ് ഈക്വൽ ടു 1/t എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക. കിട്ടുന്ന പുതിയ ട്രാൻസ്ഫോംഡ് ഇക്വേഷനിൽ t ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ഇറഗുലർ സിംഗുലർ പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി നമ്മളുടെ ഒറിജിനൽ ഇക്വേഷന്റെ ഇറഗുലർ സിംഗുലർ പോയിന്റ് എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്.